അപ്പം ഇന്നൊരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. വേറെ ഒന്നുമല്ല, മക്രോണി. വെറും മക്രോണി അല്ല കേട്ടോ, ചിക്കൻ മക്രോണി. അപ്പോൾ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. ചൂടായി വരുമ്പോൾ അതാ കുറച്ച് സാധനങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. വെല്ലുള്ളി ഉണ്ട്, കറിവേപ്പില, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്. അങ്ങനെ ആദ്യം നമ്മൾ എണ്ണ ചൂടായിരിക്കും. നമ്മൾ ഉള്ളികളിൽ കാരമായ വെല്ലുള്ളി കുട്ടനെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് വെല്ലുള്ളിയൊക്കെ ആയിക്കിട്ട് ഇനി അതൊന്ന് നല്ലോണം ഇളക്കി വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ തീ കുറച്ച് വെച്ചു. അപ്പോൾ ഇതാ വെല്ലുള്ളി നന്നായിട്ട് വാടി വരണം. കുറച്ച് ഉപ്പിട്ടാൽ എളുപ്പം വാടുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ അപ്പം എന്തോ എനിക്ക് ഉപ്പിടാൻ തോന്നിയില്ല, മറന്നതോ അങ്ങനെയാണല്ലോ സാധാരണ. അപ്പോൾ ഉമ്മച്ചിക്ക് എന്താ പണി നോക്കാൻ വന്നിട്ട് ആ ടേസ്റ്റ് ഇട്ടു. അങ്ങനെ ഉള്ളി കുറച്ച് വാടിയതായപ്പോഴേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു പേസ്റ്റാക്കിയത്. അതിൻ്റെ സ്മെല്ല് മാറാൻ വേണ്ടി കുറച്ച് നേരം ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിക്കൊരു പച്ച സ്മെല്ലുണ്ടാവുമല്ലോ, അത് മാറിയിട്ട് വേണമെങ്കിൽ നമ്മൾ ചുമന്ന് തുടുത്ത തക്കാളി കുട്ടന്മാരെ അരിഞ്ഞ് സുന്ദര കുട്ടപ്പന്മാരാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, അത് കൊണ്ടുവന്നിടാൻ. അങ്ങനെ അതൊക്കെ വാടി അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറിയപ്പോൾ തക്കാളിയും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് അത് നല്ലോണം വഴറ്റി കൊടുക്കണം. വഴറ്റി നല്ലോണം വേഗമൊക്കെ വേണമല്ലോ. അപ്പോൾ വെന്തിട്ട് വേണം ഞാൻ അടുത്ത സ്റ്റെപ്പ് നോക്കാൻ കേട്ടോ, പൊടികളിടുന്നത്. അങ്ങനെ തക്കാളി ഇട്ട് വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. എന്താ പെട്ടെന്ന് വഴണ്ട് വരും ഉപ്പിടുമ്പോൾ. അങ്ങനെ ഞാൻ ഏതായാലും അപ്പോഴൊക്കെ ഇടാൻ മറന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പിട്ട് അത് ഇതിൽ വീഡിയോയിൽ മിസ്സായിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ട് പെട്ടെന്ന് തന്നെ വഴണ്ട് വന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇളക്കി തക്കാളി എല്ലാം കൂടിയൊക്കെ ഒന്ന് മിക്സാക്കി ഉടച്ചിട്ട് പിന്നെ അടുത്തത് പൊടികളിടാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി കുറച്ച്, അതേപോലെ ഗരം മസാല, കുരുമുളകും പൊടി. ഈ 4 പൊടികളും പാടെ കുറച്ച് മതി കേട്ടോ. നമ്മൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ പാകങ്ങൾ. ആ പാകത്തിന് നമ്മളൊരു നോർമൽ ചിക്കൻ കറിക്കൊക്കെ ഇടുന്ന പോലെ അത്ര സ്പൈസി വേണ്ട. കാരണം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമല്ല മധുരം ഇടാം കേട്ടോ. ഇവിടെ മോന് അധികം എരിവ് പറ്റാത്തതുകൊണ്ട് പച്ചമുളകൊന്നും ആഡ് ചെയ്യണില്ല. പച്ചമുളക് ഇടേണ്ടവർക്ക് ഇടാം. അപ്പോൾ അങ്ങനെ പൊടികളൊക്കെ ഇട്ട് അതിൻ്റെ ഒരു പച്ച സ്മെല്ലും മാറാൻ വേണ്ടിയിട്ട് നല്ലോണം ഇളക്കി മിക്സാക്കി കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ സ്മെല്ലും കാര്യങ്ങളൊക്കെ മാറി വന്നപ്പോൾ ഞാൻ അടുത്തത് നമ്മൾ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പന്മാരാക്കിയ ചിക്കനാട്ടോ ഇടുന്നത്. അങ്ങനെ ചിക്കനാണല്ലോ നമ്മളതിൻ്റെ താരം തന്നെ. ചിക്കനാണ് കേട്ടോ അതിൻ്റെ മെയിൻ ടേസ്റ്റ് കൊടുക്കുന്നത്. അങ്ങനെ ചിക്കനൊക്കെ ഇട്ട് പിന്നെ അത് കുറച്ച് നേരം ആ ഗ്രേവി ചിക്കനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നല്ലോണം ഇളക്കി കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. അതും കൂടി കൂട്ടി മിക്സാക്കിയിട്ട് അതൊന്ന് തിളച്ച് വരണം കേട്ടോ. ഇനി തിളച്ചിട്ട് വേണം നമുക്ക് മക്രോണി ആയി ഇട്ട് കൊടുക്കാൻ. അപ്പോൾ മക്രോണി അവിടെ കേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി ഇത് കറി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഏകദേശം കറി ഇതാ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ സൈഡിൽ നിന്നൊക്കെ തിളച്ച് വന്നു. ഏകദേശം തളകളൊക്കെ പൊന്തിയപ്പോൾ നമ്മൾ മക്രോണി ഇടുക കേട്ടോ. ഞങ്ങൾക്ക് മക്രോണി ഇട്ട് അതൊന്ന് നല്ലോണം മിക്സാക്കി മസാലയൊക്കെ എല്ലാം എടുത്ത് എത്തണതോ ഒന്ന് ഇളക്കി മിക്സാക്കി ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി മേലെ തൂവിയിട്ട് നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം കേട്ടോ. കുക്കർ അടച്ചപ്പോഴാട്ടോ പിന്നെ ഒരു കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ കുക്കർ വീണ്ടും തുറന്നു, ഉപ്പിട്ടിട്ടില്ല. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് ആർക്കും എൻ്റെ പോലെ അബദ്ധങ്ങളൊന്നും സംഭവിക്കാം. വിചാരിക്കും ഇത് ആദ്യമായിട്ട് കുക്കിങ് ചെയ്യാണെന്ന്. അല്ല കേട്ടോ, ഉപ്പിടാൻ മറക്കണതാണ്. ഇത് സംഭവം ഉമ്മാൻ്റെ റെസിപ്പിയാണ്. അങ്ങനെ നമ്മൾ ഉപ്പിട്ടു. ഒന്ന് എല്ലായിടത്തും മിക്സാക്കി ഇളക്കണമല്ലോ. ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തൊക്കെ എത്താൻ. അങ്ങനെ ഉപ്പിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി നമ്മൾ കുക്കർ അടച്ച് വെക്കണം കേട്ടോ. അങ്ങനെ മക്കളെ ഇപ്പോൾ ഒക്കെ സെറ്റ്. അപ്പോൾ നമ്മൾ കുക്കർ നല്ല ദമ്മിലടച്ച് ഇനി ഒരു 3 വിസിൽ ചുരുങ്ങിയത് വരണം കേട്ടോ. അപ്പോൾ ഇതാ 3-4 വിസിലൊക്കെ നമ്മൾ വരുത്തിയിട്ടുണ്ട്. പെട്ടെന്ന് തുറക്കാനായതുകൊണ്ട് മോനെ സ്കൂൾക്ക് പോകാൻ ടൈം ആയിക്കണമല്ലോ. അപ്പോൾ പോണേൻ്റെ മുമ്പ് അവന് കൊടുക്കണം. അപ്പോൾ നമ്മൾ 3-4 വിസിലൊക്കെ ആക്കി കുക്കർ പെട്ടെന്ന് തുറക്കാന്നുള്ളതിലാണ് കേട്ടോ. അങ്ങനെ വിസിൽ കഴിഞ്ഞ് ആവി കളഞ്ഞ് കുക്കർ തുറന്നപ്പോൾ എന്താ സ്മെല്ല്! അടിപൊളി ടേസ്റ്റിൽ തന്നെ ചിക്കൻ മക്രോണി കേട്ടോ. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇനി നമുക്ക് റിതുവിന് കൊണ്ടുപോയി കൊടുത്തു നോക്കാം. അങ്ങനെ റിതുവിനുള്ള പ്ലേറ്റിൽ കൊടുത്ത് അയക്ക് കുറച്ച് സോസൊക്കെ ഒഴിച്ച് അവന് കൊണ്ടുപോയി കൊടുത്തിട്ടോ. ഓൻ കഴിച്ചിട്ട് അടിപൊളി എന്നല്ലോ അവൻ്റെ എക്സ്പ്രഷനും അവൻ്റെ വാക്കൊക്കെ കേട്ടോ. അപ്പം എനിക്ക് തൃപ്തിയായിട്ടോ. അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇത്ര ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.